പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സമരോത്സുക യുക്തിവാദിയായ ഇടമറുക് എന്നതാണ്. ഈ വാക്ക് പലയിടങ്ങളിലായിട്ട് നമ്മൾ ഉപയോഗിച്ച് കേട്ടിട്ടുണ്ട്. സമരോത്സുക യുക്തിവാദം. ഈ വാക്കുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുകൂടി നമ്മൾ പരിശോധിക്കേണ്ടി വരും. ഈ വാക്കിനൊരു ചെറിയ ചരിത്രമുണ്ട്. യഥാർത്ഥത്തിൽ ഇത് പാശ്ചാത്യ നാടുകളിലുള്ള ഒരു ഉപയോഗത്തിൻ്റെ ഈ ആശയത്തിൻ്റെ ഉപയോഗത്തിന് വേണ്ടി വന്ന ഒരു വാക്കിൽ നിന്നാണ് മലയാളത്തിലേക്ക് ഈ വാക്ക് വരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. ആ യഥാർത്ഥ വാക്ക് മിലിറ്റൻ്റ് എത്തിയിസം എന്നാണ്. മിലിറ്റൻ്റ് എത്തിയിസം അല്ലെങ്കിൽ സമരോത്സുകമായ യുക്തിവാദം. അത് മലയാളത്തിൽ വന്നപ്പോൾ അത് യുക്തിവാദം എന്നായി. എന്നാൽ ഇതിൻ്റെ മൗലികമായ വാക്ക് എത്തീസം എന്ന് തന്നെയാണ്, മിലിറ്റൻ്റ് എത്തീസം എന്ന് തന്നെയാണ്. അപ്പം ആ അർത്ഥത്തിൽ തന്നെയാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്. എത്തീസം എന്നുള്ള വാക്ക് നമ്മൾ പലപ്പോഴും അതിൽ വെള്ളം ചേർക്കുകയും യുക്തിവാദം എന്ന ഒരു പൊതുവായ ഒരു സംജ്ഞ കൊണ്ട് നിറയ്ക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇതിന് വ്യത്യാസമുണ്ട്. യുക്തിവാദം നമുക്കറിയാം കുറച്ച് അഗ്രസീവാണ്, ആക്രമണവാസനയുള്ള ഒരു പദമാണ്. യുക്തിവാദം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ മതത്തിനെ നേരിട്ട് ആക്രമിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഈ മിലിറ്റൻ്റ് യുക്തിവാസം അല്ലെങ്കിൽ മിലിറ്റൻ്റ് എത്തീസം എന്നുള്ളത് തുടക്കത്തിൽ അത് ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തൽ രീതിയിലുള്ള ഒരു പ്രയോഗമായിരുന്നു. ഉദാഹരണമായിട്ട് ഈ മിലിറ്റൻ്റ് യുക്തിവാദത്തിൻ്റെ പ്രയോക്താക്കൾ അത് ഉപയോഗിച്ചിരുന്നത് റഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരും ചൈനീസ് കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ തന്നെയായിരുന്നു. മതം വളരെ മോശപ്പെട്ട ഒരു കാര്യമാണെന്നും അത് സമൂഹത്തിന് ദോഷകരമാണെന്നും അതിനാൽ തന്നെ അതിനെ ആ രീതിയിൽ തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നും അവർ വിശ്വസിക്കുകയും അതിൻ്റെ ഫലമായിട്ട് വയലൻസ് അക്രമങ്ങൾ നടക്കുകയുണ്ടായി. പൗരോഹിത്യത്തിനെ കൊന്നു, പള്ളികൾ നശിപ്പിക്കപ്പെട്ടു. അങ്ങനെ പലതരത്തിലുള്ള വയലൻസിന് വിധേയമായിട്ടുള്ള അല്ലെങ്കിൽ ആ വയലൻസിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിലിറ്റൻ്റ് യുക്തിവാദം എന്ന് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് മതത്തിനെ ആക്രമിക്കുന്ന രീതിയിലുള്ള പ്രഭാഷണങ്ങളിലേക്ക് മാത്രം ഈ മിലിറ്റൻ്റ് യുക്തിവാദം ഒതുങ്ങി എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ മിലിറ്റൻ്റ് യുക്തിവാദം അല്ലെങ്കിൽ സമരോത്സുക യുക്തിവാദത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകൾ എഴുത്തുകാർ തന്നെയാണ്. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ റിച്ചാർഡ് ഡോക്കിൻസ്, അതുപോലെ തന്നെ സാം ഹാരിസ്, അതുപോലെ തന്നെ മലയാളത്തിലും ഒക്കെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് നമ്മുടെ ഇടമറുക് യുക്തിവാദ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ എഴുത്ത്. പ്രധാനമായിട്ട് എഴുത്ത് തന്നെയാണ്. എഴുത്തിലൂടെ തന്നെയുള്ള ആക്രമണവാസനയാണ് ഈ പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും ഒന്ന് കാണേണ്ടത് ഇടമറുകിൻ്റെ ഒരു നിലപാട് മതത്തിനെതിരെ ആയിരുന്നു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് സഹോദരൻ അയ്യപ്പനുണ്ട്, അതുപോലെ തന്നെ കോവൂരുണ്ട്. ഇടമറുകിന് മുമ്പ് പ്രവർത്തിച്ച പല യുക്തിവാദികളായിട്ടുള്ള അല്ലെങ്കിൽ നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ പോലും അവരുടെ മുൻഗണനാക്രമത്തിന് വ്യത്യാസമുണ്ടായിരുന്നു, അവരുടെ പ്രിയോറിറ്റിക്ക് വ്യത്യാസമുണ്ടായിരുന്നു. അവരുടെ നിലപാട് പലപ്പോഴും ഒരു ആചാരത്തിനെ മാറ്റുക, ഒരു മോശപ്പെട്ട ആചാരത്തിനെ മാറ്റുക. ഉദാഹരണം സഹോദരൻ അയ്യപ്പൻ്റെ നിലപാടുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ AT കോവൂരിൻ്റെ നിലപാടുകൾ. അദ്ദേഹം ഒരു അന്ധവിശ്വാസത്തിന് അല്ലെങ്കിൽ സയൻസിനെ പ്രചരിപ്പിക്കുക അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിനെ തുറന്നു കാട്ടുക എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ ഇടമറുകിൻ്റെ തികച്ചും വ്യത്യസ്തമായ ഒന്നായിരുന്നു. അതിന് മതത്തിനെ നേരിട്ട് ആക്രമിക്കുന്ന തരത്തിലുള്ള ഒന്നായിരുന്നു. ഇതിന് ഇടമറുക് ഒരു പരിശീലനം നേടിയ അല്ലെങ്കിൽ പ്രൊഫഷണലായിട്ടുള്ള ഒരു ജേർണലിസ്റ്റായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ജേർണലിസ്റ്റിക് ക്വാളിറ്റി അദ്ദേഹത്തിൻ്റെ എഴുത്തിനുണ്ടായിരുന്നു എന്ന് നമുക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ജേർണലിസ്റ്റിക് ക്വാളിറ്റിയുള്ള എന്തെങ്കിലും പറഞ്ഞ് എഴുതുക എന്നതിനേക്കാളുപരി കൃത്യമായിട്ടുള്ള തെളിവുകളുടെയും കണക്റ്റഡായിട്ടുള്ള വാദങ്ങളുടെയും അടിസ്ഥാനത്തിൽ എഴുതി വളരെ ഫലപ്രദമായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറയുന്ന പ്രൊഫഷണൽ ജേർണലിസം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ പ്രൊഫഷണൽ ജേർണലിസത്തിൻ്റെ ഗുണം അദ്ദേഹം ഏത് ആശയത്തിന് വേണ്ടിയിട്ടാണോ അദ്ദേഹം പ്രവർത്തിച്ചത് അതിലും അത് പ്രതിഫലിക്കുകയുണ്ടായി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. EMS മതത്തിനെ വിമർശിക്കുമ്പോൾ
അത്രമാത്രം സൂക്ഷ്മമായും കൃത്യമായിട്ടും അദ്ദേഹത്തിന് അത് നിർവഹിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ പ്രൊഫഷണൽ ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ പ്രൊഫഷണൽ പശ്ചാത്തലം ഉള്ളതുകൊണ്ട് മാത്രമായിരുന്നു. അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് ആയിരുന്നില്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു യുക്തിവാദിയെ ഒരിക്കലും മലയാളികൾക്ക് അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ലായിരുന്നു എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ഇത്തരത്തിൽ യുക്തിവാദിയായ ഇടമറുകിനെ വരുന്ന കാലം കൂടുതൽ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അദ്ദേഹമാണ് ആദ്യമായിട്ട് ഇസ്ലാം വിമർശനം കൊണ്ടുവന്നത്. വളരെ ധീരമായിട്ടുള്ള ഒരു പ്രവൃത്തിയായിരുന്നു അത്. വളരെ അപകടകരമായ ഒരു പ്രവൃത്തിയായിരുന്നു അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മിലിറ്റൻ്റ് യുക്തിവാദം അല്ലെങ്കിൽ സമരോത്സുക യുക്തിവാദത്തിൻ്റെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ കൃതിയെ കാണാൻ കഴിയും. ഈ കൃതി രചിച്ച ഈ കൃതി പുറത്തിറങ്ങിയ ഉടൻ തന്നെ അതിന് ഒരുപാട് വിമർശനങ്ങളുണ്ടായി. ഈ കൃതിക്ക് മറുപടിയായി എത്രയോ പുസ്തകങ്ങളുണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വളരെ ശക്തമായിട്ടുള്ള യുക്തിവാദ പ്രവർത്തനം അല്ലെങ്കിൽ സമരോത്സുക യുക്തിവാദ പ്രവർത്തനം കാഴ്ചവെച്ച ഒരു വ്യക്തിയായിരുന്നു ഈ ഇടമറുക്. അദ്ദേഹത്തിന് സമാനതകൾ ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് എന്തെങ്കിലും ഒരു സമാന വ്യക്തിയെ നമുക്ക് ചൂണ്ടിക്കാണിക്കണമെന്നുണ്ടെങ്കിൽ അത് തമിഴ്നാട്ടിലുള്ള പെരിയാർ മാത്രമായിരുന്നു. പെരിയാറും ഇത്തരത്തിലുള്ള മിലിറ്റൻ്റ് യുക്തിവാദത്തിൻ്റെ അല്ലെങ്കിൽ മിലിറ്റൻ്റ് എത്തീസത്തിൻ്റെ അല്ലെങ്കിൽ സമരോത്സുക യുക്തിവാദത്തിൻ്റെ ആളായിരുന്നു. അദ്ദേഹത്തിൻ്റെ അതേ നിലപാട് അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല എങ്കിൽ കൂടിയും ഇടമറുകിൻ്റേതായിട്ടുള്ള നിലപാടുകൾ അതിരൂക്ഷമായ രീതിയിൽ മതത്തിനെ വിമർശിക്കാനും മതത്തിൻ്റെ തിന്മകളെയും അതിൻ്റെ കൊള്ളരുതായ്മകളെയും അതിൻ്റെ കുയുക്തികളെയും അതിൻ്റെ യുക്തിരാഹിത്യത്തെയും തുറന്നു കാട്ടാൻ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണലായിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹം ഒരു ജേർണലിസ്റ്റ് എന്ന നിലയിൽ അദ്ദേഹം വളരെ ശക്തമായി ഇടപെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. സമയം ഒരുപാട് അതിക്രമിച്ചിരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നന്ദി.